ഹലോ. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് പൊടി തട്ടി എടുക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ വന്നേക്കാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ള സ്ഥലം സത്യം പറഞ്ഞാൽ ഞാൻ വന്നിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യമായ സ്ഥലമാണ്. അപ്പം ഇന്നും വരാനുള്ളൊരു സാഹചര്യം കിട്ടി. അപ്പം അങ്ങനെ തന്നെ നേരെ പിന്നെ വിളിച്ചിങ്ങോട്ട് പോന്നു. അപ്പോൾ പിന്നെ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞത് കേട്ടിട്ടുള്ളൂ. കാലത്ത് എണീറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ വരുമ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഇനിയിപ്പോൾ കാലത്ത് ഇടയ്ക്ക് ഞാൻ ഓരോന്നൊക്കെ വിളിച്ചിങ്ങനെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ആളങ്ങനെ ഉറക്കത്തിൽ വിട്ടുപോയി. പിന്നെ ഞങ്ങൾ ടൂറായിട്ട് വന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ, ഞങ്ങൾ സിറ്റുവേഷൻ വരേണ്ടി വന്നു ആൾക്ക്. പിന്നെ ആളുടെ കൂടെ ചാടിക്കറി ഞാനും പോന്നു. അപ്പോൾ വരേണ്ട സിറ്റുവേഷനും പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളും പിന്നെ നാളത്തെ കാണുമ്പോഴുള്ള വിശേഷങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിപ്പെട്ടെന്നൊക്കെ. നല്ല അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ഇവിടേക്ക് അങ്ങനെ അധികം യൂട്യൂബേഴ്സ് ഒന്നും വന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഇതൊക്കെയാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ്. എന്തായാലും നാളെ ബാക്കിയുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഇടും. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെന്താ, അപ്പോൾ ഓക്കെ. അപ്പോൾ നൈറ്റ് കുറച്ച് വരുന്നപ്പോഴത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ വീഡിയോന്റെ ഇടയിലൊക്കെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടിടാം. പിന്നെന്താ, പിന്നെ ഞങ്ങൾ വീണ്ടും എന്തായാലും സ്റ്റാർട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എല്ലാ വീഡിയോസും, പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ചാനലിൻ്റെ പേര് ഫെസ്റ്റ കപ്പിൾസ് എന്നാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ബാക്കി എല്ലാതും കൂടിയിട്ട് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം, കാരണം എന്തായിരുന്നു പറയാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് കുറച്ച് ടൈമുള്ളോ കിടന്നുറങ്ങട്ടെ. അതെ, ഇപ്പൊ ഏതാണ്ട് സമയം ഒരു മണിയായിട്ടോ, 12:30 കഴിഞ്ഞു. പിന്നെ ആനൊക്കെ വരുന്ന സ്ഥലം. അതെ, ബാക്കില് കാടാണ്, വേറെ ഒന്നുമില്ല. നമ്മുടെ കേരളത്തിന്റെ ബോർഡർ തന്നെയാണ്. കേരളത്തിന് പുറത്തൊന്നുമല്ല, അപ്പുറത്ത് കാണുന്ന തമിഴ്നാടാ. ബാക്കി അത് സ്ഥലം എന്നൊക്കെ നാളെ പറഞ്ഞുതരാം. അപ്പൊ ഞങ്ങളിപ്പോ പോയിട്ട് എന്നാ കിടക്കട്ടെ. അപ്പൊ ഓക്കെ, ബൈ. മോർണിംഗ്. അപ്പോൾ നേരം വെളുത്തു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് പോന്നു. അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ എവിടേക്കാണ് വന്നിട്ടുള്ളത്, വരാനുണ്ടായ സാഹചര്യങ്ങൾ വന്ന ഇതെല്ലാതും നമ്മൾ ഇതാക്കാൻ. അപ്പോൾ അതാ മല നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു മലയ്ക്കുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നത് തന്നെ മെയിനായിട്ട് ആദ്യം തന്നെ നമ്മൾ വന്ന വണ്ടി കാണിച്ചു തരാം. ഓക്കെ, വന്ന വണ്ടി എന്ന് പറയുമ്പോൾ അതാണ് നമ്മ വന്ന വണ്ടി. അതിൻ്റെ ബാക്കിൽ ഫുള്ള് മലകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. കണ്ട, നല്ല അടിപൊളി സ്ഥലമാണ്. അതിനു അപ്പോൾ ഇതാണ് നമ്മ വന്ന വണ്ടി. അപ്പോൾ ഇതാണ്. അപ്പോൾ എന്തെങ്കിലും വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലോഡറൊക്കെ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് സ്ഥലം കേരളത്തിൽ തന്നെയാണ്, പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. അട്ടപ്പാടി എന്ന് പറയും, എല്ലാവരും കേട്ടുള്ള സ്ഥലമാണ്. അട്ടപ്പാടി
അഗളി എന്ന് പറഞ്ഞൊരു അഗളി എൻഡിങ് ആയിട്ട് വരും. അതിൽ ആ കാണുന്ന ഭാഗം പോണത് തമിഴ്നാട് കേരള ബോർഡറാണ്. അവിടെ നിന്നാണ് നമ്മൾ ആനക്കട്ടി പിന്നെ കോയമ്പത്തൂർ വഴിക്കൊക്കെ കയറാം. പിന്നെ ആ കാണുന്നത് ഊട്ടിയിലൊക്കെ ടൈൽ എൻഡിങ് എന്നൊക്കെ അവിടെ പറയണേ. എനിക്കറിയില്ല കറക്റ്റ്. എന്തായാലും നല്ല സ്ഥലം, കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അവിടെ താഴെ ഒരു ഫാം ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തമിഴ്നാട് കേരളത്തിലാണ്, പക്ഷേ ബോർഡർ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ മുന്നേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അങ്ങനെ വന്നത്. അപ്പോൾ അങ്ങനെ വിനുവിനും കൂട്ടി പോകുന്നതാണ്. അപ്പം അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലം. അപ്പം അങ്ങനെ വിനുവിനും കൂട്ടി ഇന്ന് വന്നു, ലോഡ് ഇറക്കി. അപ്പോൾ ഇന്നലെ നൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോടയായിരുന്നു. നമ്മൾ മണ്ണാർക്കാട് നിന്ന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നല്ല ചുരമുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ചുരം നല്ല എന്താ പറയുക, ഒട്ടും കാണാൻ പറ്റാത്ത അത്രയും അവസ്ഥയിൽ കോട മൂടി കിടക്കായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇടാം. പിന്നെ ഇന്നലെ പമ്പിൽ നൈറ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഇതും ഒക്കെ നമ്മൾ ഇടാം. എന്താ വിനു? അനുഭവമായിരുന്നു. ഞാനിവിടെ പോയിട്ടൊക്കെ ട്രിവാൻഡ്രം അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് എന്താ പറയാ, ഒരു ഹൈ റേഞ്ച് പോലത്തെ ഒരു ഫീല്. ഹൈ റേഞ്ച് ആണ്, ഹൈ റേഞ്ചിനാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കയറ്റങ്ങളൊക്കെ. അതൊക്കെ ഊട്ടിയില് പോയൊരു ഫീല്. നല്ല ക്ലൈമറ്റ് ആട്ടാ, നൈറ്റ് ഒക്കെ നല്ല ക്ലൈമറ്റ്, നല്ല കോടയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇനി ഇത് ഞങ്ങൾ ജസ്റ്റ് പമ്പിന്ന് കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ട് ഒരു നല്ല മല വരൊക്കെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഇനി പോണ വഴിയിൽ അടിപൊളി കാര്യങ്ങളുണ്ട്. തന്നി നാട്ടിൻ പ്രദേശം, തന്നി ഗ്രാമപ്രദേശം. അപ്പൊ അത് പോകുമ്പോൾ നല്ലൊരു ചായക്ക് കുടിക്കാൻ കാരണം നല്ല നാടൻ വൈപ്പൊക്കെയുള്ള കടകളുണ്ടെങ്കിൽ. അപ്പൊ ഇനി ബാക്കി വഴി കാണാം. അത് കുഴപ്പമില്ല, ഒരാള് വണ്ടിയിൽ കയറുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ. നേരെ അതുമ്മ ചവിട്ട് ആദ്യം. ഇനി കയറിക്കോ, കയറി എന്നിട്ടാ അതുമ്മ ചവിട്ട്. ചവിട്ട്. ഞാൻ അപ്പുറത്ത് പിടിക്കും. അതിൽ കയറാന്നുള്ള ഇത്തിരി ചടങ്ങുള്ള കാര്യം. അത് പിടിച്ച ഞാൻ അപ്പുറത്ത് കൂടെ കയറാം. വീഡിയോ ഓഫ് ചെയ്തിട്ട് ആക്ച്വലി ഇതാണ് ഈ സൈഡ് ഇഷ്ടമല്ലേ വീട് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ കയറിയത്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പൊ ഇനി നേരെ ഇറങ്ങണ വീഡിയോസും കാര്യങ്ങളും ഫോണാക്കി നമ്മുടെ ചായ കുടിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല, നൈറ്റ് വന്ന. അപ്പൊ പിടിക്കുന്നുണ്ടോ കിട്ടുണ്ടോ? അപ്പൊ പോവാ നമുക്ക്. അപ്പൊ ചായക്കട എത്തി. അപ്പൊ ചായ മേടിച്ചിട്ട് വരാം. അപ്പൊ കണ്ടില്ലേ അമ്മാമ്മമാരിൽ നിന്ന് കൊട്ടയൊക്കെ നെയ്യുന്നുണ്ട്. നല്ല നല്ല ചെറിയൊരു കവല. ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. കുറെ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും സാധാരണക്കാരിലെ കൊച്ചു കൊച്ചു വീടുകളും ചെറിയ തൊഴുത്തും പശുക്കളൊക്കെ ഉള്ള നല്ല സ്ഥലം. അപ്പൊ ഞാൻ 2 ചായ മേടിച്ചിട്ട് വരാം. പുറത്തേക്ക് പോകാൻ മാസ്ക് വയ്ക്കണേ. ഇത്ര നേരം മാസ്ക് വെച്ചിട്ടുണ്ടായില്ല. അപ്പൊ പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കിയോളാം. ഇനി മാസ്ക് വേറെ നല്ല വീട്ടിൽ നിൽക്കണ മാസ്ക് വെക്കാൻ ഞാൻ പോട്ടെ ചായ മേടിച്ചിട്ട് വരാം. പിന്നെ അപ്പോൾ അവൻ്റെ ചായ മേടിക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്തായാലും ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ട്രിപ്പായിട്ട് വന്നതല്ല. എന്തായാലും ഗോകുനും ഇങ്ങോട്ട് ലോഡ് കിട്ടിയപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പം ഞാനിവിടെ സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വട വേണമെന്ന് എൻ്റെ അടുത്ത്. കാലത്തെ ചായ പതിവില്ല, പക്ഷെ എന്നാലും എന്തോ ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. കാണുന്നുണ്ടോ ഗോകുന്? അപ്പൊ അവിടെ പോയിട്ട് എന്തോ വട, നല്ല വട എത്ര അവിടത്തെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ചായ എങ്ങനെ ഉണ്ടെന്ന്. പൊതുവേ ഞാൻ നമ്മുടെ തമിഴ്നാട്ടിലത്തേക്ക് ഒരു ഫുഡിൻ്റെ ഒരു വെറൈറ്റി ആണല്ലോ. അപ്പം എന്തായാലും അവൻ അവിടെ നിന്ന് ചായ മേടിച്ചിട്ട് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. മൊരിയോ
എനിക്ക് വേണ്ട. അവൻ വട തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ പറയണേ. കടയിൽ നിന്ന് തിന്നിട്ട് പിന്നെ നല്ലതല്ല അത്. അല്ല, എന്തായാലും ഇവിടത്തേക്ക് എന്താ പറയാ, ഈ ദോശ, ഇഡ്ഡലി ഒക്കെ തമിഴ്നാട്ട് ലൈക്ക് അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലത്ത് നല്ലൊരു ടേസ്റ്റുള്ള ഫുഡായിരിക്കുമല്ലോ. എസ്പെഷ്യലി എന്താ പറയാ, ഒരു സംതിങ് വെറൈറ്റീസ്. കുറച്ച് കുട്ടിപ്പട്ടാളംസ് വരുന്നുണ്ട്. ഓക്കേ, ഇവിടുത്തെ ജഗജില്ലാളികളാണെന്ന് തോന്നുന്നു. നോക്കിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, എന്നെ കാണുന്നില്ലല്ല. അവിടെ ഒരു അമ്മാമ്മ ഇരുന്ന് കൊട്ട നെയ്യണ കണ്ടോ? എന്ത് രസമായിട്ടല്ല അവർ ചെയ്യുന്നേ. കൂകു വരുന്നുണ്ട്. ചായ ഓരോന്ന് വെച്ചാൽ വട നേരിട്ട് കൈ പിടിച്ചോ. ചായ, 2 ചായ, നല്ല മുരിങ്ങ പാട്ട, നല്ല ടേസ്റ്റ്. തൊടുമ്പോ തന്നെ നല്ല ക്രിസ്പിനെസ് ഉണ്ട് കേട്ടോ. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. നന്നായിട്ടൊന്ന് വിചാരിക്കുന്നു.
ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല എന്താ പറയാ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറയില്ലേ, എന്താ പറയാ, നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത്രയ്ക്കും ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണെന്നോ എന്താ പറയാ. ശരിക്കും പറഞ്ഞു ഞങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ ഇവിടെ വന്നിട്ട് കണ്ടു നോക്കണം. നല്ല സ്ഥലമാണ് കേട്ടോ, നല്ലൊരു അടിപൊളി, നല്ല ക്ലൈമറ്റുമാണ് ഇപ്പൊ. അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്ന് ചോദിച്ചാൽ ടൂറിസ്റ്റ് പ്ലേസ് സൈലന്റ് വാലി ഉണ്ട്. ഇവിടെ വരാണെങ്കിൽ പ്രദേശം എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു ഫീലിംഗിൽ വരണം. പിന്നെ ഇവിടെ നമുക്ക് സൈലന്റ് വാലി ഉണ്ട്. അപ്പൊ സൈലന്റ് വാലി വരാണെങ്കിൽ തന്നെ കുറച്ചുകൂടി മുകളിലോട്ട് കയറാണെങ്കിൽ അകളി, അട്ടപ്പാടി എന്ന് പറയും. ഈ അട്ടപ്പാടി തന്നെയാണ്, നല്ല ഉള്ളേരിയാണ്. പിന്നെ അത് മാത്രമല്ല എല്ലാതും എന്താ പറയാ, നമ്മളൊരു 1900 കണ്ടിട്ടില്ല, അതൊന്നും അങ്ങനെ നമ്മള് സിനിമയിലൊക്കെ കാണില്ലേ, അതുപോലെയുള്ള പോലത്തെ ചെറിയ ചെറിയ വീടുകള്, പിന്നെ തൊഴുത്ത്, പശു. ഇവിടെ എന്താ വെച്ചാലേ, ഇവിടെ മെയിനായിട്ട് കണ്ട ഒരു കാര്യം, എല്ലാ വീട്ടിലും പശുക്കള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അയ്യോ കൈ മറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഇതുപോലെ തൊഴുത്ത്, പശു, കൃഷി, അങ്ങനത്തെ മെയിൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും രാവിലെ തന്നെ കാണാൻ പറ്റിയത് മറ്റേ മിൽമേരെ ഒരു സൊസൈറ്റി ഉണ്ട് ഇവിടെ. അപ്പൊ ആ സൊസൈറ്റിയില് എന്താ പറയാ, എല്ലാവരും പാലളക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട് അത്രയധികം. അപ്പൊ നമ്മുടെ അവിടേക്ക് ഉണ്ട് സൊസൈറ്റി. എന്നാൽ കൂടി ഇവിടെ ഒരു കൂടുതലും ഇവര് പശു അങ്ങനെ ചെറിയ അങ്ങനെയൊക്കെ ആശ്രയിച്ചിരിക്കണവരാണെന്ന് തോന്നുന്നു. കാരണം അത്രയും ക്രൗഡ് ഉണ്ടായിരുന്നു രാവിലെ തന്നെ സൊസൈറ്റി ഭാഗത്ത് പോയപ്പോൾ. കാരണം ഓരോ വീടുകളിലും ഒരു പശു ഇതൊക്കെ ഉണ്ട്. പിന്നെ വലിയ വലിയ ഫാം ഹൗസും കാര്യങ്ങളൊക്കെ വേറെയൊക്കെ ഉണ്ട്. ഇപ്പതേ കേട്ടാ, നല്ല ഹൈ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല, നമുക്ക് എന്താ പറയാ, നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ജസ്റ്റ് ഇറങ്ങി ഇങ്ങനെ വരാണ്. അപ്പൊ ഇറങ്ങി വരുമ്പോ നല്ല നല്ല സ്ഥലങ്ങള് കണ്ടപ്പോ നമ്മൾ പരമാവധി കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇനി നമ്മൾ ചുരം എത്തിയിട്ടില്ല. നമ്മള് ഒരു നല്ല ചുരം ഉണ്ട്. അപ്പൊ ആ ചുരം കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് വേണം നമ്മള് താഴത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ നമ്മള് ഇതിലിട്ട് ഫോണാക്കി വെച്ചൊരു സംഭവം ജസ്റ്റ് നമ്മൾ കയറി വെക്കാം. അതിന്റെ മുകളിലുള്ള വിനു ഈ വീഡിയോ പിടിക്കുന്ന വിനുവിനെ ഫുള്ളായിട്ട് കാണുന്നില്ല. വിനുവിനെ കൊണ്ട് നമുക്ക് വേറെ നോക്കി അവിടെ നിന്ന് തിരിയൊന്നും വേണ്ട, അതിന് വരും. എന്തോ സംഭവസാണ്, പക്ഷെ ഒടുക്കത്ത വൈബോട്ടോ ഇവിടെ. അതാറ് സീന്. ഈ സൂര്യൻ അവിടെ നിന്ന് അടിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. പാടി എല്ലാരും കൊറേ എങ്ങനെയുണ്ട്, എന്താ പറയണ്ടേ, ഒന്നും പറയാൻ പറ്റണില്ല. ഇവിടുന്ന് എടുത്ത് ചാടി വീട് കഴിഞ്ഞ് താഴത്തെ കാണുന്നുണ്ടോ അറിയില്ല. നല്ല അടിപൊളി പാറക്കല്ലുകളാ. കിട്ടുന്നത് നാളെ ബാക്കോട്ട് പോണ്ട, കിട്ടുന്നുണ്ട്. ഇത് ഒരു പമ്പേഴ്സ് ആണ്. പമ്പേഴ്സ് എന്റെ പണി കഴിഞ്ഞില്ല. ഇപ്പൊ ജസ്റ്റ് പണി എത്തിച്ചോക്കലടി, താഴത്തേക്ക് വീട് കഴിഞ്ഞ പണികൾ. പിന്നെ പുഴയിൽ വെള്ളം ഇല്ലാണ്ട്
അപ്പൊ പമ്പേഴ്സിന്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങള് ജസ്റ്റ് പോകുമ്പോ ഇങ്ങനെ പോളോട് കൂടി ഇങ്ങനെ പണിത് കണ്ടപ്പോ അടിപൊളി വ്യൂ ട്ടോ, നല്ല രസമുണ്ട്. വളരെ മുകളില് നല്ല മലകള് താഴ്വരകളല്ലേ. നേരെ നോക്കി അടിയിൽ കൂടി നോക്കി നടക്കട്ടാ, ഇങ്ങനെ നല്ല വീഡിയോ സൂപ്പർ. അപ്പോ ഇതൊരു പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയായി, സൂപ്പറായിട്ട് എന്തായാലും. നേരെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ നല്ല പുഴയാണ്, നമുക്ക് ഈ പുഴയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. അവിടെ ഒരു നല്ല സ്ഥലം കണ്ടു. പക്ഷെ അങ്ങോട്ടേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പാസ് ചെയ്ത് പോന്നു. ആക്ച്വലി ആ പോണ വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെ ഇതല്ലായിരുന്നു വഴി, അപ്പുറത്ത് നടന്നു പോകാൻ അപ്പൊ അങ്ങനെ ചെറിയൊരു വഴിയുണ്ട്. അപ്പൊ ആ വഴിക്ക് നമ്മൾ പോയിട്ട് അവിടുത്തെ കാണാം. ഓക്കെ ചേട്ടാ. പായസത്തിന്റെ ഒക്കെ അപ്പൊ നമുക്ക് അട്ടപ്പാടിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ചേട്ടന്മാരാട്ടാ. പ്രകാശ് എന്നാ പേര്. ചേട്ടൻ ഹായ് തന്നെ. അപ്പൊ വീഡിയോയില് കാണാം. അപ്പൊ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആള്. ഇവിടുത്തെ പോകേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോവാനുള്ള ഇപ്പം ഈ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല, പിന്നീട് ഒരു വട്ടം കാറിൽ വന്നിട്ട് നമുക്ക് അവിടെ പോവാം. ഇപ്പൊ തൽക്കാലം ഇതിന്റെ താഴത്തേക്ക് ഇറങ്ങേണ്ട വഴി ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സ്ഥലത്തിനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ആ വഴിന് കുറച്ച് നടക്കാണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഇത് കണ്ടോ, ഈ പട്ടി നിൽക്കണ്ടല്ലോ, കടിക്കാവോ? കുറയ്ക്കുന്നില്ലേ, കുറയ്ക്കാതെ വാലക്കാട്ടുണ്ട്. അപ്പോൾ നടക്കാനുള്ള കുറച്ച് വഴിയുണ്ട്. അപ്പം നടന്നിട്ട് ഇത് പള്ളിയിലെ ബാങ്ക് വിളിക്കാനുള്ള സെറ്റപ്പാണെന്നുണ്ട് കേട്ടോ. എന്താ വിളിച്ച് പറയണ്ട്. അപ്പോ വഴി കണ്ടിട്ട് സ്ഥിരം ആൾക്കാര് അല്ലോ പിന്നെ കോൺക്രീറ്റ് ചെയ്ത വഴി പോണ വഴിയല്ല. പിന്നെ ഇതിന്റെ ഓരോരോ മണ്ടത്തരങ്ങള്. മുകളിൽ എന്താണ്, മുകളിൽ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ സോ റിസ്കി. പരിചയമില്ലാത്ത വഴി കൂടെ ഇങ്ങനെ വേണ്ട, ഇത് തന്നെയാ വഴി. ഏർമാടാണോ ഇനി ആരെങ്കിലും താമസിക്കുന്നതാണോ അറിയില്ല. അയ്യോ ഒരു ചേട്ടൻ വന്നു. അങ്ങോട്ട് പോവാം. ചേച്ചി ആ കടവയ്ക്ക് അങ്ങോട്ട് പൊക്കൂടെ, അങ്ങോട്ട് പോടെ അവിടേക്ക് ഈ വഴി നടന്നൂടെ? വഴി തന്നെയാണ് കൺഫേം ചെയ്ത്. അവിടെ ആൾക്കാർ കുളിക്കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ വീഡിയോ നമ്മൾ ഇപ്പൊ എടുക്കില്ല, അവിടെ ചെന്നിട്ട് എടുക്കാം. ഓക്കെ, വീഡിയോ കൊണ്ട് പോയിട്ട് ഇനി കുളിക്കാൻ. അപ്പൊ പിന്നെ ഇവിടെ ഉള്ള പിന്നെ കുഴപ്പമില്ല, ഞാൻ കുളിച്ചതിന് അടിക്കാൻ പോകുന്നുണ്ട്. അടിപൊളി സ്ഥലം. വാ സൂപ്പർ സ്ഥലം. അടിപൊളി തണവ്, നല്ല സൂപ്പർ അടിപൊളി നല്ല തണവ്. ആയി നമ്മൾ നേരത്തെ കണ്ട മല. നല്ല തണവുണ്ട്. അവിടെ പിള്ളേർ ഇപ്പം മീൻ പിടിക്കുന്നു. മീൻ കിട്ടിയാ? ചേച്ചി അവിടെ മീൻ പിടിക്കുന്നുണ്ട്. അടി
വേണ്ട നല്ല പ്യൂറാട്ടോ, നല്ല പ്യൂർ. ഇവിടെ കുറച്ച് പുല്ലുണ്ട്, അതുകൊണ്ട് പുല്ലല്ല പുല്ല്. നല്ല രസല്ലേ കാണാൻ. നോക്കി മല. ഞാൻ നോക്കണില്ല, ലിഫ്റ്റിക്ക് പോവാ. ഹായ്, മീൻ കിട്ടിയാ? എന്തൊരു മീനാ? എന്തൊരു മീനാ? മീൻ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ദൈവമേ, ഇവിടെ നിറയെ പുല്ലാണ്. പാമ്പൊക്കെ കുറിച്ച് കടിക്കും. വെറുതെ രസം. ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കൊറേ ഉണ്ടല്ലോ അല്ലേ? നല്ല പ്രശ്നം. മലവെള്ള ഇത് മലവെള്ള പുഴ ഏത് പുഴ പറഞ്ഞതൊക്കെ മനസ്സിലാവും. ഏതോഴൊക്കെ ചോദിച്ചാൽ ഓക്കേ. എന്ത് പ്യൂറോ. അയ്യോ, നല്ല കുത്തൊഴുക്കുണ്ട് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടും. ആ ഇവിടുത്തെ കുളിക്കാനൊക്കെ അടിപൊളിയാട്ടോ. തണവെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, എന്നാ തണവാന്നറിയോ? മല. അപ്പോൾ പിന്നെ പോട്ടെ, ഞങ്ങൾ എന്തായാലും വന്നിട്ട് നല്ലൊരു സ്ഥലം കാണാൻ പറ്റി. ടാറ്റാ. അപ്പോൾ എന്തായാലും വന്നത് നഷ്ടമായില്ല. അടിപൊളിയായി, സൂപ്പർ സ്ഥലമായി. ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് വന്നൊന്നല്ല. പറഞ്ഞില്ലേ, ഇനി നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ട്രിപ്പേ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പിന്നെ എനിക്ക് ഇവിടെ ലോഡ് ഉണ്ടായ കാരണം ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. എന്താ ഒരു തണവെന്നറിയോ? അയ്യോ, ഒരു കോള് വന്നിട്ടല്ലോ. ഇപ്പോൾ കട്ടായിണ്ടാവും. ഒരു കോള് വന്നിട്ടോ, ഒരു മിനിറ്റ്. എന്താ കട്ട് ചെയ്യണത്? പണിക്ക് പോകണ്ടേ? അപ്പോൾ ആ കോളൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും നൈസായിട്ടുണ്ട്. അട്ടപ്പാടിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം കാണാൻ പറ്റും നിങ്ങൾക്ക്. കാരണം അട്ടപ്പാടിയിലേക്ക് എങ്ങാനും വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ സ്ഥലത്തിന്റെ പേരറിയില്ല, നോക്കിയിട്ട് ചോദിച്ചിട്ട് പറയാം. അതെ. അപ്പോൾ കണ്ടില്ലേ, നല്ല നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കാം. അപ്പോൾ എന്തായാലും അട്ടപ്പാടി വരും നമുക്ക് കാണാൻ പറ്റും. അഗളി പോണ റൂട്ട് പോകണമെങ്കിൽ ഈ സ്ഥലം എന്തായാലും കാണും. ഞങ്ങൾ അതുപോലെ ഞങ്ങൾ മുന്നേ കേട്ടറിഞ്ഞ് വന്നൊന്നല്ല, കണ്ടത് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചുരം ഇറങ്ങാൻ പോവാണ്. പിന്നെ അടുത്ത ചുരം. ടാറ്റാ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഞങ്ങൾ അവിടെ നിൽക്കണ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു. താവളം എന്നാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ നേരെ അങ്ങനൊന്നുമില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് മണ്ണാർക്കാട് നിന്ന്, ഇപ്പോൾ പാലക്കാട് നിന്ന് വരാണെങ്കിൽ മണ്ണാർക്കാട് നിന്ന് റൈറ്റ് KSRTC അവിടെ നേരെ തിരിഞ്ഞിങ്ങോട്ട് വരാം. നേരെ തിരിഞ്ഞിങ്ങനെ പോകുമ്പോൾ ഒറ്റ വഴിയാണ്. അപ്പോൾ ചുരമൊക്കെ കയറി വരുന്ന വഴിക്ക് താവളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മുസ്ലിം പള്ളിയില്ല. ആ മുസ്ലിം പള്ളിയുടെ അടിയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്താം. അതല്ല,
ഇത് നമ്മൾ തിരിച്ച് വരാണെങ്കിൽ തന്നെ കാണാൻ പറ്റും. കാരണം നമ്മൾ ടോപ്പിൽ റോട്ടിൽ കൂടെ പോകുമ്പോൾ ടോപ്പിൽ കൂടെ പോകുമ്പോൾ കണ്ടതാണ്. അപ്പോൾ ഈ വഴിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നാൽ അടിപൊളി സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണ്. നമ്മളിതൊന്നും പ്രതീക്ഷിച്ച് വന്നല്ല, കാണുന്ന സ്ഥലങ്ങൾ പിന്നെ കയറി. ആ അപ്പോൾ ഇത് എന്തായാലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലം കാണാനും അത് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയത് പൊളി ടൈപ്പ്. നമ്മളെന്നാ ഇതേ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, നമ്മളെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. പാവം വണ്ടി. ഹായ് വണ്ടി എത്തി. പിന്നെ നമ്മൾ നേരെ പോണത് ചുരമാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ചുരം ഉണ്ട്. അപ്പോൾ ചുരത്തിൻ്റെ അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് നൈറ്റ് നല്ല കോടയായിരുന്നു, ഒരു സ്ഥലത്ത് നിർത്താൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പോകുമ്പോൾ ആ സ്ഥലം കാണും. അപ്പോൾ പോട്ടെ. നമ്മളിനി ചുരം കയറാനായിട്ട് പോവാണ്. നേരെ ചെക്ക് പോസ്റ്റ് കടന്നു. ഇനി ഇവിടെ നിന്ന് 12 കിലോമീറ്റർ ഫുൾ ഫോറസ്റ്റാണ്. നല്ല ചുരമാണ്. അവിടെ പോലീസുകാരുണ്ടായിരുന്നു ചെക്ക് പോസ്റ്റിൽ, മാസ്ക് വെച്ചില്ലെങ്കിൽ പിടിച്ച് ഫൈൻ അടയ്ക്കാണ്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പൊ ഈ കടന്ന ചെക്ക് പോസ്റ്റ് ഇപ്പൊ നമ്മള് തിരിച്ചിറങ്ങുന്ന ചെക്ക് പോസ്റ്റാണ്. അവിടുന്ന് കയറുമ്പോഴും ഇതുപോലെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ 12 കിലോമീറ്ററോളം ഇനി ഉൾക്കാടാണ്. പിന്നെ അതുപോലെ നല്ല ചുരം, നല്ല എന്താ പറയാ ഹെയർപിനും കാര്യങ്ങളും. അതിന്റെ ഇടയ്ക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മളവിടെ നിർത്തിയിട്ട് വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ചെറിയൊരു വെയിലും ചെറിയൊരു കോടയുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുണ്ടോ അറിയില്ല. നമ്മള് നല്ല പണി കിട്ടിയിട്ട് പോണത്. വണ്ടി സെക്കൻഡ് ഗിയർ ജാമായി. സെക്കൻഡ് ഗിയറിന് വേറെ മാറ്റങ്ങൾ പറ്റാനുള്ള ഇപ്പൊ താഴെ എത്തിയിട്ട് വല്ല വട്ടാപ്പി കാണിച്ചിട്ട് വേണം റെഡി ആക്കിയിട്ട് പോവാനായിട്ട്. സെക്കൻഡിലുള്ള കാരണം ഇറങ്ങിറങ്ങുമ്പോ ഒരു സമാധാനം ഉണ്ട്. ഗിയറിൽ ഇറങ്ങുന്ന കാരണം വലിയ സീനില്ല. പിന്നെ കയറാണെങ്കിൽ ഒരു പൊക്കോളൂ സെക്കൻഡിലായതുകൊണ്ട്. സംഭവിച്ചതറിയില്ല. നല്ലൊരു ശരിക്കും പറഞ്ഞാല് ശരിക്കും നമ്മൾ ഊട്ടിയിലൊക്കെ പോയിട്ടുള്ളൊരു ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ. പുറത്ത് നോക്കുമ്പോ കാണുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ വലിയ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിലൊക്കെ കെട്ടിയിട്ടുള്ളൂ. നല്ല ഹെയർപിൻ നല്ല ഹെയർപിൻ ഉണ്ട്. ചെറിയ തോതിൽ കൊക്കയൊക്കെയാണ് താഴോട്ട്. ചെറിയ തോതിലൊന്നും വലിയ തോതില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. താഴെ റോഡ് കാണുന്നില്ല. ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ. വ്യൂ പോയിന്റ് അല്ല, ഒരു ഇങ്ങനെ ഹെയർപിൻ, ഒരു വളവിലൊരു ഹെയർപിൻ. അതിന്റെ അപ്പുറം ഭാഗം അതാണ് ഒന്നാണ്. പക്ഷെ അവിടെ വണ്ടി ഒതുക്കാനായിട്ട് അവിടെ പറ്റുമോ അവിടെ ഞാനിറങ്ങിയ മലയാളി പിള്ളേരാണോ? തൃശ്ശൂര്. ആ ലോഡും കൊണ്ട് വന്നാ ഞങ്ങള് ചെറുതായിട്ടൊരു വ്ളോഗ് ചെയ്യണ്ട. അപ്പൊ അങ്ങനെ നിങ്ങൾ എവിടെ സ്ഥലം? മണ്ണാർക്കാടാ. ആ ഓ നിങ്ങളുടെ ഏരിയ അല്ല. ചെക്കിങ് ഒന്നുമില്ല. പേര് ഞാൻ എന്റെ വ്ളോഗില്ല പറഞ്ഞു. ഈ പിള്ളേരൊക്കെ ഇവിടെ ഉള്ളത് തന്നെയാണ്, മണ്ണാർക്കാടുള്ള പിള്ളേരാണ്. അപ്പൊ
അതെ. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ഒക്കെയാന്ന് തോന്നുന്നുണ്ട്. അവൻ ഓടിപ്പോയാ ലൈവ് എന്നാണ്ട് കണ്ട പിള്ളേരാണ്. ഇവിടെ എല്ലാവരും മണ്ണാർക്കാടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ടീം കിട്ടിയതിന് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നും ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാനും കയറാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ വണ്ടി പണിയിട്ടിട്ട് അവൾ കുറേ പണിയെടുത്ത് ബോണറ്റ് പൊക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ളേ. ഫസ്റ്റത്തെ നമ്മുടെ സപ്പോർട്ടേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞമാതിരി അഗളിക്ക് ലോഡ് വന്നപ്പോൾ കിട്ടിയ പിള്ളേരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ആട്ടപ്പാടി കാര്യത്തിൽ വരാണെങ്കിൽ നല്ല കുഴപ്പമില്ലാത്ത എല്ലാ പൊളി സ്ഥലമല്ലടാ. ഊട്ടിയും കൊടൈക്കനാലൊന്നും പോകണ്ട. ഇവിടെ തന്നെ നല്ല കോട, നല്ല നല്ല ഹെയർപിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ വണ്ടി പണിയാൻ പോകണം. സെക്കൻഡ് ഗിയർ ജാമായിട്ട് നല്ല പണി കിട്ടിയിട്ട് ഇറങ്ങണത്. അപ്പോൾ എന്തായാലും പിള്ളേരെ കണ്ടതിന് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് പിള്ളേർ തന്നെ കിട്ടിയിട്ടുണ്ട്. അവരെ വിചാരം നമ്മളെന്തോ ഭയങ്കര വീഡിയോ എടുത്ത് ചെയ്യാൻ നമ്മളെ വലിയ വ്ളോഗറാന്നൊക്കെ വെച്ചേ സെൽഫി ഒക്കെ എടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ ചുരക്ക് നോക്കി എന്താ പൊന്നി വളമാണ്. അപ്പൊ അവര് വിചാരിച്ചിരിക്കുന്നത് നമ്മള് വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര വലിയ ഇതാകാതെ. പക്ഷെ നമുക്ക് അങ്ങനെയല്ലടാ. നമ്മളിനി റീച്ച് ആയാൽ തന്നെ നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പിള്ളേർക്ക് കയ്യും കാലും പിടിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ആ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും അതുപോലെ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങള് അത്യാവശ്യം ഞങ്ങൾ കണ്ട കാഴ്ചകളല്ലാതും ഇതില് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മള് കണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മള് പകർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ വണ്ടി നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത് അപകടകരമായ അവസ്ഥയിലാണ്. അപകടകരമല്ല, സേഫ് ആയിട്ട് പോണത്. സെക്കൻഡ് ഗിയറിൽ തന്നെ പോകണം. അതാണ് വലിയ കുഴപ്പമില്ല. അതുപോലെ മൂന്നാമത്തെ ഗിയറിലും നാലാമത്തെ ഗിയറിലൊക്കെ ആണെങ്കിൽ പെട്ടുപോയേനെ. അപ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കുന്നത് അറിയാം. ഈ ചുരം ഇറങ്ങുമ്പോൾ ഗിയറിലിട്ടിട്ട് ഇറങ്ങുന്നത് അത്ര സേഫ് അല്ല. നമുക്ക് അവസ്ഥ കൊണ്ട് ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. നമ്മൾ താഴെ പോയി വർക്ക്ഷോപ്പിൽ പോയിട്ട് ശരിയാക്കുമത്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല വ്യൂ പോയിന്റ് ആയിരുന്നു. പിന്നെ പിള്ളേരൊക്കെ അവിടെ നിൽക്കണാനും പിന്നെ കൂടുതൽ അങ്ങനെ വീഡിയോ എടുക്കാനും കാര്യമൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ പിള്ളേരൊക്കെ കുറച്ചാലും കൂടി അതെ. അപ്പൊ പിള്ളേരെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് അല്ല നമുക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ നല്ല എഡിറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒന്നേ നല്ല പിന്നെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ചെറിയൊരു ഹെൽപ്പിംഗ് ചെയ്യാൻ പറ്റാത്തതും നമുക്കങ്ങനെ പുറത്ത് വേറെ സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഇനി പരമാവധി നമ്മൾ ഇതുപോലെ ടാങ്കറിലുള്ള യാത്രകളും പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെയും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൻ്റെ വ്ളോഗിൻ്റെ പേര് കുറച്ചൊന്ന് ചേഞ്ച് ചെയ്തത്. ഫെസ്റ്റ കപ്പിൾസ് എന്നാണ് ഞങ്ങൾ ഇട്ടുള്ളത്. കാരണം ഫെസ്റ്റ കപ്പിൾസ് എന്ന് പറയുമ്പോൾ അർത്ഥം വരുന്നത് വലിയ ഇതൊന്നുമല്ല. ഫെസ്റ്റ എന്ന് പറയുമ്പോൾ ഒരു ലാറ്റിൻ വേണം. അതായത് നമ്മൾ ഫെസ്റ്റിവൽ ആഘോഷം അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ആഘോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു അവീല് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകിച്ച് ട്രാവലിങ്ങോ അല്ലെങ്കിൽ ഫുഡ് വ്ളോഗോ അങ്ങനെ പ്രൊമോഷൻ അങ്ങനത്തെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ നമ്മുടെ ആഘോഷമായിട്ട് അങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ വീഡിയോ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫെസ്റ്റ കപ്പിൾസ് എന്നുള്ളൊരു പേരിലേക്ക് എത്തി. പേരെങ്ങനെ ഇടുന്നതെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ആഘോഷിച്ച് നടക്കുന്ന കപ്പിൾസ് അങ്ങനെ പേരിലൊന്നും കാര്യമില്ലാന്നേ. നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബേഴ്സൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി
പ്രസംഗം പറഞ്ഞ പോലെ അല്ല, എല്ലാവർക്കും വലിയ താങ്ക്സ് ഇതാ. അപ്പൊ ഇനി തുടർച്ചയായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഈ വളവൊക്കെ തിരിഞ്ഞ് നേരെ വർക്ക്ഷോപ്പിലൊക്കെ പോയി വണ്ടി വന്നെങ്കിൽ